എൻ്റെ പേര് മെറ്റിൽഡ ദേവസിക്കുട്ടി, സ്ഥലം ചെല്ലാനം. ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ 11-ാം തീയതി 23-ാം തീയതിയാണ്. ഞാൻ എൻ്റെ ഭവനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ 2019 മുതൽ എനിക്ക് ഭവനത്തിൻ്റെ ഇതെല്ലാം പാസ്സായി വന്നെങ്കിലും 50 മീറ്റർ പ്രശ്നം കാരണം ഭവനം പണിയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ഒരേ വിഷമിച്ചു ഒരു ഭവനത്തിന് വേണ്ടിയിട്ട്. എന്നാലും ഞങ്ങൾക്കത് നടന്നില്ല. 2023 പ്ലാൻ വരച്ചു കൊടുത്ത് 2-3 പ്രാവശ്യം പഞ്ചായത്തിൽ കയറി ഇറങ്ങിയെങ്കിലും അത് ഞങ്ങൾക്ക് സാധിച്ചില്ല. വേറൊരു പ്ലാൻ വരക്കുന്ന ആളെ കൊണ്ട് ഞാനത് വരപ്പിച്ച് അത് വരക്കാനായിട്ട് കൊടുത്തെങ്കിലും അത് ഞങ്ങൾക്ക് നടക്കുന്നില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത നേർച്ച വസ്തു ഉപ്പ് കൊണ്ടുപോയി പഞ്ചായത്തിന് വാതിക്കലിടുകയും ഞാൻ 2 പ്രാവശ്യം വന്ന് ഇവിടെ പുതുക്കി. ജൂൺ 30-ാം തീയതി ഞങ്ങളുടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയ സമയത്ത് തിരിച്ച് വീട്ടിൽ ചെന്ന് ജൂലൈ 5-ാം തീയതി പഞ്ചായത്തിൽ നിന്ന് വിളിപ്പിച്ച് 5-ാം തീയതി വന്ന് ഭവനത്തിന് എഗ്രിമെൻറ്റ് വെക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 5-ാം തീയതി എഗ്രിമെൻറ്റ് വെച്ചു. അതിന് ഭവനം പൊളിച്ച് ഉടനെ തന്നെ പണിയണമെന്ന് പറഞ്ഞു. നേർച്ച വസ്തുവിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കത് സാധിച്ചു കിട്ടിയത്. അമ്മ മാതാവ് അനുഗ്രഹം ഒരുപാട് വാരിക്കോരി എനിക്ക് തന്നിട്ടുണ്ട്. പറയാനാണ് എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് മാത്രം ഞാനത് ചുരുക്കി പറയുകയാണ്. ഞങ്ങൾ 1 വർഷം കൊണ്ട് ജൂലൈ 14-ാം തീയതി ഞങ്ങൾ കല്ലിട്ട് കഴിഞ്ഞ മാസം ആഗസ്റ്റ് 31-ാം തീയതി ഭവനത്തിൽ ഞങ്ങൾ കയറി താമസം തുടങ്ങി. അത് തന്നെ വളരെ അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് ലോണെല്ലാം പെട്ടെന്ന് തന്നെ അമ്മ പാസ്സാക്കി തരികയും ഞങ്ങൾക്ക് 1 വർഷം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തിൻ്റെ പണി തീർക്കാൻ സാധിക്കുകയും ചെയ്തു. അതിന് ഞാൻ 1000 അമ്മയുടെ നന്ദി, അമ്മയുടെ മകനോടും 1 കോടി നന്ദി പറയുകയാണ്. എൻ്റെ മകൻ്റെ ശ്വാസം മുട്ടൽ മാറുകയും എൻ്റെ പേരക്കുട്ടികളുടെ അസുഖങ്ങൾ മാറുകയും പിന്നെ എനിക്ക് 33 വർഷമായിട്ട് ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, നീ കലവൂര് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ മുഖത്തിട്ട് ഞാൻ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ എൻ്റെ മകൾ എന്നെ നോക്കി ചിരിക്കുകയാണ് ചെയ്തത്. അവൾക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. വാൽവിന് ചുരുക്കമായിരുന്നു. ഈ 33 വർഷവും ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. ഉടമ്പടി എടുത്ത് ആ നേർച്ച വസ്തു കൊണ്ട് ഞാൻ തൈലം പ്രാർത്ഥന കഴിഞ്ഞ് നെറ്റിക്ക് പുരട്ടുകയും വേദന വരുന്ന സ്ഥലത്ത് ഞാൻ പുരട്ടുകയും ഉപ്പ് ഞാൻ കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഡോക്ടർ പറഞ്ഞത് എന്താണെന്നറിയാമോ? മോളെ, നിനക്ക് മാതാവിൻ്റെ അനുഗ്രഹം ഒരുപാടുണ്ട്. നിന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു, നിൻ്റെ വാൽവിന് വികസനം വെച്ചിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് 1000 നന്ദി അമ്മയോട് പറയുവാറുണ്ട്. ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. എൻ്റെ അടുത്തുള്ളൊരു സഹോദരി കരച്ചിലായിരുന്നു വേദന കൊണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ മകൾ പറഞ്ഞു, ചേച്ചി എനിക്ക് എൻ്റെ വയറ്റിൽ മുഴയാണ്, ഇത് പൊട്ടിപ്പോയെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, മകളെ നീ വേറൊന്നും ചെയ്യണ്ട, ഞാൻ തരുന്ന പത്രം നീ വായിച്ച് വിശ്വാസത്തോടുകൂടെ നീ മാതാവിനോട് അപേക്ഷിച്ചാൽ മതി, നിനക്കൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. ആ മകൾ ആ പത്രം വായിച്ച് ഡോക്ടറിനെ കണ്ട് ഓപ്പറേഷൻ ചെയ്തു, മുഴകളൊക്കെ എടുത്ത് നീക്കം ചെയ്തു. ആ മകൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു കുഴപ്പവുമില്ല കേട്ടാ ചേച്ചി, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എനിക്ക് 1 കോടി അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നു ഈ 1 വർഷം കൊണ്ട്. എൻ്റെ മകനെ ആയാലും മകൻ്റെ കൊച്ചിനായാലും എല്ലാവർക്കും ഞങ്ങളെ അമ്മ അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ കൂടെ അമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1000 നന്ദി അമ്മേ. സോശ്രേഷ്വേ നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65:24. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അത് കേൾക്കും. മെറ്റിൽഡ ദേവസിക്കുട്ടി എന്ന ഈ സഹോദരി തൻ്റെ മകനോടും പേരക്കുട്ടിയോടുമൊപ്പം കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യം അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൽ ഒരു വലിയ സ്വപ്നം, ഒരു ഭവന നിർമ്മാണം പൂർത്തീകരിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം ഏറെ വർഷങ്ങളായുള്ള രോഗാവസ്ഥയിൽ അമ്മ മാതാവ് സൗഖ്യം നൽകിക്കൊണ്ട് ആരോഗ്യം നൽകുകയും
ഞാൻ കൂടെയുണ്ട്. ഞാൻ ജോസഫ് അച്ഛൻ ആശീർവദിച്ചു തരുന്ന ഉടമ്പടി നേർച്ച വസ്തുക്കൾ അമ്മ മാതാവിൻ്റെ പ്രത്യേകമാംവിധം അച്ഛൻ്റെ നാൾ ഇതുവരെയുള്ള പ്രാർത്ഥനാപരത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് ആശീർവദിച്ച് കൈമാറുമ്പോൾ നാം അത് വിശ്വാസത്തോടെ പ്രയോഗിക്കുമ്പോൾ നമുക്കത് ഔഷധമായും അഭിഷേകമായും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനുള്ള അടയാളമായും മാറുന്നുവെന്ന് വാക്കുകളിലൂടെ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് വിശ്വാസത്തോടു കൂടി ഉടമ്പടി വിശ്വസ്തയോടെ നമുക്ക് ജീവിക്കാം. ഇന്ന് ക്ലേശമാണെങ്കിലും നമുക്ക് വേണ്ടി അമ്മ മാതാവ് ദൈവ തിരുസന്നിധിയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മ സമയ ചുരുക്കത്തിൽ നമ്മുടെ ക്ലേശങ്ങൾ അകറ്റിക്കൊണ്ട് ജീവിതം സുരക്ഷിതമാക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. ആത്മാർത്ഥതയുള്ള ഉടമ്പടിക്ക് എന്നും അനുഗ്രഹം കൂടെയുണ്ട്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവച്ചത്. അമ്മ മാതാവും തിരുക്കുമാരനും ഈ കുടുംബത്തിന് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.